ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 85. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ഫെബ്രുവരി 2, 1986, ഫീസ്റ്റ് ഓഫ് ദ പ്രസൻറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ജീസസ്. 321 ദൈവത്തിരുമനസ്സിലേക്കുള്ള പാത. പ്രിയ മക്കളെ, ദൈവത്തിരുസന്നിധിയിലേക്ക് ആനയിക്കുന്നതിനായി ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന മാർഗത്തിലൂടെ എന്നെ അനുധാവനം ചെയ്യുക. അപ്പോൾ സ്നേഹമഹത്വങ്ങളുടെ ഗീതങ്ങൾ നിങ്ങൾ ആലപിക്കും. പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും അഗാധമായ അനുഭൂതിയിൽ ഉണ്ണിയെയും കയ്യിൽ വഹിച്ചുകൊണ്ട് എൻ്റെ നിർമ്മലകാന്തൻ യൗസേപ്പുമൊത്ത് യെരുശലേം ദേവാലയത്തിലേക്കുള്ള മാർഗെ സഞ്ചരിക്കുമ്പോൾ ദൈവത്തിരുമനസ്സും നിയമാനുശാസനവും ഞാൻ നിറവേറ്റുകയായിരുന്നു. ഇന്നും നിങ്ങൾ ഓരോരുത്തരുമൊത്ത് അതേ കാര്യം തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്. ദൈവത്തിരുമനസ് അതിൻ്റെ പൂർണിമയിൽ നിറവേറ്റുന്നതിനാവശ്യമായ മാർഗെ തന്നെയാണ് ഞാൻ നിങ്ങളെ ആനയിക്കുന്നത്. ദൈവത്തിരുമനസ്സിലേക്കുള്ള പാതയാണ് ഞാൻ. നിങ്ങളുടെ പൗരോഹിത്യ അന്തസ്സിൻ്റെ കടമകൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കണമെന്നത് ദൈവത്തിരുമനസ്സാണ്. പ്രാർത്ഥനാ ജീവിതത്തിനും യഥാർത്ഥമായ ദൈവൈക്യത്തിനും പ്രഥമസ്ഥാനം നിങ്ങൾ നൽകണമെന്നുള്ളത് ദൈവത്തിരുമനസ്സാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭക്താഭ്യാസനങ്ങളുടെയും പ്രാർത്ഥനാ ജീവിതത്തിൻ്റെയും വിവേകശൂന്യമായ പ്രകടനങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരുവാൻ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ യാമപ്രാർത്ഥനകൾ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അനുദിന ധ്യാനം പ്രശാന്തവും സ്നേഹപൂർണവുമായ ഹൃദയത്തോടെ നടത്തപ്പെടണം. ജപമാല എല്ലാ ദിവസവും എന്നോടൊപ്പം നിങ്ങൾ ചൊല്ലണം. നിങ്ങളാൽ ആഘോഷിക്കപ്പെടേണ്ടതും സജീവമാക്കപ്പെടേണ്ടതുമായ ദിവ്യബലി ആ ദിവസം മുഴുവൻ്റെയും പരിചിന്തന വിഷയമായിരിക്കണം. നിങ്ങളുടെ പ്രേക്ഷിത വേലകളിൽ സഭ കൽപ്പിച്ചിരിക്കുന്ന നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നുള്ളതും ദൈവത്തിരുമനസ്സാണ്. മതേതര പ്രവർത്തനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. ദൈവസേവകരെന്ന പേരിന് കളങ്കം ചാർത്തുന്ന നിഷിദ്ധ സ്ഥലങ്ങൾ നിങ്ങൾ സന്ദർശിക്കരുത്. ദിവ്യ വ്യക്തിത്വത്തെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് നല്ലവണ്ണം മനസ്സിലാക്കുക. നിങ്ങൾ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റേതല്ല. എല്ലാ ജനങ്ങൾക്കും പരസ്യമായി സാക്ഷ്യം നൽകുന്നതിൽ ലജ്ജിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത്, നിങ്ങളുടെ സഭാവസ്ത്രം സദാസമയവും ധരിക്കുവിൻ. അപ്പോൾ അതെല്ലായിടത്തും കാണപ്പെടുകയും പ്രത്യേകം സ്നേഹമർഹിക്കുന്ന ദൈവത്തിൻ്റെ പുരോഹിതന്മാരാണെന്നും എൻ്റെ പ്രത്യേക താല്പര്യമുള്ള മക്കളാണെന്നും എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്യും. വളരെയധികം വൈദികർ, എന്തിനേറെ ചില മെത്രാന്മാർ പോലും പരസ്യമായി സഭാ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അൽമായ വേഷത്തിൽ നടക്കുന്നത് കാണുമ്പോൾ എൻ്റെ വിമല ഹൃദയം വേദനിക്കുന്നു. ആത്മാക്കളുടെ രക്ഷയ്ക്കായുള്ള അതിതീക്ഷ്ണമായ ആഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നതും ദൈവത്തിരുമനസ്സാണ്. അനുരഞ്ജനത്തിൻ്റെ സേവകർ എന്ന നിലയിൽ നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഗൗരവതരമായ കടമകൾ നിർവഹിക്കുവാൻ സദാ സന്നദ്ധരായിരിക്കുക. പക്ഷേ ഇന്ന് അനുരഞ്ജനത്തിൻ്റെ കൂദാശ കർമ്മം സഭയിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കാരണം വളരെ വ്യക്തമായി പറഞ്ഞാൽ, വൈദികർ കുമ്പസാരക്കൂട്ടിൽ കടന്ന് പാപവിമോചനത്തിൻ്റെ മഹനീയ കർമ്മം നിർവഹിക്കുവാനും അതുവഴി ദൈവകാരുണ്യത്തിൻ്റെ ദാനം ആത്മാക്കൾക്ക് നൽകുവാനും തയ്യാറാകുന്നില്ല എന്നതാണ്. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് അവരുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ നിങ്ങൾ എപ്പോഴും സഹായിക്കുവാൻ സന്നദ്ധരായിരിക്കണം എന്നതും ദൈവത്തിരുമനസ്സാണ്. നിങ്ങളുടെ വൈദിക ഹൃദയം തുറക്കുന്നതും നിങ്ങൾ കരുണയുള്ളവരും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നവരും ഉദാരമനസ്കരുമായിരിക്കണം. ഇതുവഴി മാത്രമേ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ദൈവത്തിൻ്റെ തിരുമനസ് പൂർണ്ണമായി നിറവേറ്റുവാനും വിശുദ്ധിയിലേക്കുള്ള ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനും സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ പരിശുദ്ധ ദേവാലയത്തിൽ ഏറ്റവും പരിശുദ്ധ ത്രിത്വം നിങ്ങളിൽ മഹത്വപ്പെടുന്നതിന് വേണ്ടി ദൈവിക പദ്ധതിയുടെ ഏറ്റവും മനോഹരമായ പരിപൂർത്തിയുടെ വഴിയിൽ ഓരോ ദിവസവും ഞാൻ നിങ്ങളെ നയിക്കുകയാണ്. ഡോൺ ഗോ, ഇറ്റലി, മാർച്ച് 27, 1986, ഹോളി തേഴ്സ്ഡേ, 322. ഒരു ദിവ്യരഹസ്യം. ഇത് നിങ്ങളുടെ തിരുനാൾ ദിനമാണ്. കാരണം ഇത് നിങ്ങളുടെ പെസഹായാണ്.
ദിവ്യകാരുണ്യത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും സ്ഥാപനത്തെക്കുറിച്ച് ഈ അവസരങ്ങളിൽ ചിന്തിക്കുക. പീഠാനുഭവത്തിന് മുൻപ് തൻ്റെ പ്രിയ ശിഷ്യന്മാരുമൊത്ത് പെസഹ ഭക്ഷിക്കുവാൻ യേശു വളരെയധികം ആഗ്രഹിച്ചു. പൗരോഹിത്യ പെസഹ രഹസ്യം സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടെ ഭക്ഷിക്കുവാൻ നിങ്ങളും അതിതീക്ഷ്ണമായി ആഗ്രഹിക്കണം. ഇത് സ്നേഹത്തിൻ്റെ ദിവ്യ രഹസ്യമാണ്. സ്നേഹത്തിൻ്റെ വിശുദ്ധിയിലേക്കുള്ള ആഹ്വാനമാണ് നിങ്ങളുടേത്. നിങ്ങളുടെ ഹൃദയം എൻ്റെ പുത്രനായ യേശുവിനോട് സാദൃശ്യമാക്കുവാൻ വേണ്ടി അനുദിനം ശക്തിയുക്തം നിങ്ങളിൽ ഞാൻ പ്രവർത്തിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹാഗ്നിച്ചൂളയിലേക്ക് നിത്യവും നയിക്കുന്നു. കാരണം നിത്യപുരോഹിതനായ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉരുകുകയും വാർക്കപ്പെടുകയും ചെയ്യണം. പരസ്നേഹത്തിൻ്റെ അണയാത്ത നിറദീപങ്ങളായി എൻ്റെ സഹോദരന്മാർ മാറുവാൻ വൈദിക ഹൃദയം എപ്പോഴും ദൈവത്തിങ്കലേക്ക് പൂർണ്ണമായി തുറന്നിരിക്കപ്പെട്ടിരിക്കുന്ന കാസ പോലെ എളിമയും സഹാനുഭൂതിയും ശുദ്ധതയും സഹതാപവുമുള്ളതായി ആയിരിക്കണം. നവ്യമായൊരു കൽപ്പനയുടെ ദിവസം കൂടിയാണ് ഇന്ന്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. ഇന്ന് അവൻ്റെ അനുസരിക്കപ്പെടേണ്ട കൽപ്പനയുടെ ദിവസമാണ്. നിങ്ങളുടെ ഗുരുവായ ഞാൻ ഇത് ചെയ്തതുപോലെ എൻ്റെ യഥാർത്ഥ ശിഷ്യരായിരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളും ഇത് ചെയ്യുവിൻ. വത്സല മക്കളെ, മറ്റുള്ളവരുടെ സേവനത്തിനായി നിങ്ങളെ തന്നെ സ്വയം സമർപ്പിക്കുക. മുറിവുകളിൽ മരുന്ന് പുരട്ടുകയും ആവശ്യത്തിലും പ്രയാസത്തിലും പരസ്പരം കൊണ്ടുകൊണ്ടും ലോകത്തെ പാപഭാരമാകുന്ന നുകം വഹിച്ചുകൊണ്ടും നിങ്ങളും നിങ്ങളുടെ സഹോദരന്മാരുടെ പാദങ്ങളെ ക്ഷാളനം ചെയ്യുക. ഇത് പ്രാർത്ഥനയുടെ ദിവ്യരഹസ്യമാണ്. ദൈവത്തിനും മനുഷ്യനും മധ്യേ മാധ്യസ്ഥം വഹിക്കുന്ന ശാശ്വത ദൗത്യമാണ് പൗരോഹിത്യം. പ്രാർത്ഥനയുടെയും അതിലുപരി അനുദിന ദിവ്യാർപ്പണത്തിലൂടെയുമാണ് ഈ ദൗത്യം പ്രാവർത്തികമാക്കപ്പെടുന്നത്. പെസഹ ദാനമായി അന്ത്യത്താഴ സമയത്ത് അവിടുന്ന് നൽകിയ ഈ മഹനീയ രഹസ്യം ശാശ്വതവും ആഗോള വ്യാപകവുമായി ഇന്നും തുടരുന്നു. ഇത് നിങ്ങളുടെ ആത്മാക്കളിൽ വഹിക്കുക. അവിടെ അങ്ങനെ പ്രത്യാശ നാമ്പിടട്ടെ. പാപമോചന വരം ലഭിച്ചവരെന്ന നിലയിൽ ആത്മാക്കളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സന്മനസ്സോടും സൗഹൃദ മനോഭാവത്തോടും കൂടി അവരെ സഹായിക്കുവാൻ നാം തയ്യാറായിരിക്കണം. അതിലൂടെ പാപവ്രണങ്ങൾക്ക് ശമനം നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിലാണ് പ്രാർത്ഥനയുടെ പരിപൂർണത കണ്ടെത്തുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഈ സന്മാർഗികയിലൂടെ തുടർച്ചയായി പാപമോചനം ആഗോള സഭയിൽ ഒരു ആചാരമായി മാറണം. അങ്ങനെ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു തിരുവെഴുത്തിലൂടെ നിങ്ങളെ ഉദ്ബോധിപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കപ്പെടണം. ഇത് സഹനത്തിൻ്റെ ദിവ്യരഹസ്യമാണ്. പൗരോഹിത്യം നിത്യമാണ്. കാൽവരിയിൽ ബലിമൃഗമായി അർപ്പിക്കപ്പെട്ട യേശുവിൻ്റെ കർമ്മത്തെ രക്തരഹിത ബലിയിലൂടെ ശാശ്വതമായി തീർക്കുകയാണ് പൗരോഹിത്യം. അതുപോലെ ആത്മാക്കൾക്ക് വേണ്ടി സ്വയം ബലിയർപ്പിക്കപ്പെടുവാനും യേശുവിനോടൊത്ത് സഹിക്കുവാനും വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ക്രൂരതയും ലക്ഷ്യബോധമില്ലായ്മയും കൊടികുത്തി വാഴുന്ന ഈ നൂറ്റാണ്ടിൽ സ്വസഹോദരന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുവിനോടൊത്ത് ആത്മാർപ്പണം ചെയ്യുവാൻ തയ്യാറായിക്കൊണ്ട് കാൽവരി മല കയറുക. മഹാലക്ഷ്യത്തിനു വേണ്ടി സഹനത്തിൻ്റെ തിരിച്ചുവിളയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അധൈര്യരാകാതെ സന്തോഷചിത്തരായിരിക്കുക. നിങ്ങൾ എൻ്റെ വിമലഹൃദയ ആരാമത്തിൽ പ്രവേശിക്കുമ്പോൾ യേശു അനുഭവിച്ചത് അതേ പ്രകാരം നിങ്ങൾക്കും അനുഭവവേദ്യമാകും. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യപ്പെടുന്ന തൻ്റെ അലൗകിക അനുഭവം. അപ്പോൾ നിങ്ങൾ ഫലമേൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളോട് വാസ്തവമായും നിങ്ങൾക്ക് പറയാനാകും, എൻ്റെ ഈ പെസഹ നിങ്ങളോടൊത്ത് ഭക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചത് എത്രമാത്രമാണ് എന്ന്. ഡോങ്കോ, ഇറ്റലി, മാർച്ച് 29, 1986. ഗുഡ് ഫ്രൈഡേ 323. എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? കുരിശിൽ കിടന്നുകൊണ്ട് കഠിനവേദനയുടെ മണിക്കൂറുകൾ യേശു കടത്തിവിടുന്നു. ആ കുരിശിൻ ചുവട്ടിൽ ഇതാ ഞാൻ നിൽക്കുന്നു. കഥനഭാരത്താൽ വീർപ്പുമുട്ടുന്ന എൻ്റെ മാതൃഹൃദയം വേദനയിൽ കുതിർന്ന യേശുവിൻ്റെ അന്ത്യവചസ്സുകൾ ശ്രവിക്കുന്നു. എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എൻ്റെ വത്സല മക്കളെ, വേദനയോടും കണ്ണുനീരൊഴുക്കി കരയുന്ന യേശുവിനെ എന്നോടൊപ്പം ശ്രദ്ധിക്കുക. കഷ്ടതയുടെ കൊടുമുടിയിൽ എത്തിയ അവൻ്റെ വേദനാനിർഭരമായ കരച്ചിലാണ് ഇത്. വേദനയുടെ ഈ മൗന നിമിഷങ്ങളിൽ ദുഃഖാർത്ഥമായ നിങ്ങളുടെ അമ്മയോടൊപ്പം അവിടുത്തെ ആശ്വസിപ്പിക്കുക. ഗത്സമനിയിലെ യാതന
യൂദാസിൻ്റെ വഞ്ചന, ശിഷ്യന്മാരുടെ കൈവിടൽ, പത്രോസിൻ്റെ നിഷേധം, സാൻഹെദ്രിൻ സംഘത്തിൻ്റെ കൊടിയ വഞ്ചന, പീലാത്തോസിൻ്റെ മുൻപിലെ ന്യായവിസ്ഥാനം, അസഹനീയമായ ചാട്ടയടികളും മുൾക്കിരീടധാരണവും, വേദനയോടുള്ള അവിടുത്തെ കാൽവരി മലകയറ്റം, ആണികളിൽ കൈകാലുകൾ കുത്തിത്തറയ്ക്കപ്പെടുമ്പോൾ അവിടുന്ന് അനുഭവിച്ച കഠിനവേദന, അനിർവചനീയമായ വേദന സഹിച്ച് കുരിശിൽ കഴിഞ്ഞ ആ 3 മണിക്കൂറുകൾ, ഇവയെല്ലാം നിങ്ങൾ നോക്കിക്കാണുക. ഇതാ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുവാനായി തന്നെ അനുവദിക്കുന്ന നിശബ്ദനായ കുഞ്ഞാട്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ യഥാർത്ഥ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപമെല്ലാം അകറ്റി ബലിയർപ്പണത്തിലൂടെ വീണ്ടെടുത്തതിൻ്റെ ഭാരം മുഴുവൻ ആ ഹൃദയത്തിലുണ്ട്. എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? തൻ്റെ പിതാവ് പോലും തന്നെ ഉപേക്ഷിച്ചു എന്ന് കരുതിയ ആ വേളയിൽ പോലും കന്യകയായ വധുവിൽ നിന്നെന്ന പോലെ തൻ്റെ സഹനത്തിൻ്റെയും വേദനയുടെയും മജ്ജയും മാംസവും സ്വീകരിച്ച രൂപം പൂണ്ട തൻ്റെ സഭയുടെ നന്ദിഹീനതയും പ്രതികരണമില്ലായ്മയും ചവിട്ടിമെതിക്കപ്പെട്ട അവിടുത്തെ ദിവ്യഹൃദയത്തിൻ്റെ കഥനഭാരത്തെ വർദ്ധിപ്പിക്കുന്നു. ഇന്നും ക്രിസ്തു നിഷേധിക്കപ്പെടുകയും പരിത്യജിക്കപ്പെടുകയും ചെയ്യുന്നു. തങ്ങളുടെ സ്വാർത്ഥതയും മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നതിനു വേണ്ടി ക്രിസ്തുവിനെ 2ാം സ്ഥാനത്തേക്ക് നിർത്തിയവരാൽ ക്രിസ്തു ഇന്നും നിഷേധിക്കപ്പെടുന്നു. തങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും നിന്നും ക്രിസ്തുവിനെ അകറ്റി നിർത്തുവാൻ അഹങ്കാരം അവരെ പ്രേരിപ്പിക്കുന്നു. അതെ, ഞാൻ ഈ മനുഷ്യനെ അറിയുന്നില്ല. തങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അജഗണത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാത്ത ഒരു കൂട്ടം ഇടയന്മാരാലും അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെടുന്നു. അവർ തിന്മയുടെ കെണികളിൽ നിന്ന് വിശ്വാസത്തെ സംരക്ഷിക്കുന്നില്ല. ആട്ടിൻ തോൽ അണിഞ്ഞ ക്രൂരന്മായ ചെന്നായകളിൽ നിന്ന് തൻ്റെ അജഗണത്തെ സംരക്ഷിക്കുവാൻ യാതൊന്നും ചെയ്യുന്നില്ല. തങ്ങളുടെ മഹനീയമായ സന്യാസ വൈദിക ദൈവവിളി ഉപേക്ഷിക്കുകയോ സമർപ്പണത്തിനനുസൃതമായ ജീവിതം നയിക്കുവാൻ മടിക്കുന്നവരോ ആയ സന്യസ്തരാലും വൈദികരാലും ഇന്നും അവിടുന്ന് പരിത്യജിക്കപ്പെടുന്നു. ലൗകികതയുടെ സുഖസമൃദ്ധിയിൽ തങ്ങൾ നയിക്കപ്പെടുന്നതിന് അവർ സമ്മതം മൂളിയിരിക്കുകയാണ്. സുവിശേഷാധിഷ്ഠിതമായ സത്യങ്ങളെ പുറന്തള്ളിക്കൊണ്ട് ഇന്നൊരു ഫാഷനായി മാറിയിരിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെ പിന്നാലെ പായുന്ന മാനവരാശിയാൽ അവിടുന്ന് ഇന്നും പുറന്തള്ളപ്പെടുന്നു. പീഠാനുഭവവും കുരിശുമരണവും അന്നത്തേക്കാൾ ഉപരിയായി ഇന്ന് എല്ലായിടത്തും നടത്തപ്പെടുന്നുണ്ട്. ഒരുവനാൽ മാത്രം നിർവഹിക്കപ്പെടുന്നതിന് അനേകായിരങ്ങളാൽ ഇത് നിർവഹിക്കപ്പെടുന്നു. ഇക്കാരണത്താൽ മൗതിക ശരീരമാകുന്ന സഭയിൽ തൻ്റെ വേദനാനിർഭരമായ വിലാപം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? യേശു അനുഭവിച്ച തീവ്രവേദന ഇന്നും സഭ അനുഭവിക്കുന്നതോർക്കുമ്പോൾ എൻ്റെ ദുഃഖം ശതഗുണീഭവിക്കുന്നു. നോക്കൂ, ഞാൻ അനുഭവിച്ചതുപോലൊരു ദുഃഖം വേറൊന്നുണ്ടോ? ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വാസത്തിൽ നിന്ന് ഓടിയകന്നുകൊണ്ടിരിക്കുന്നതിനാൽ മതത്യാഗത്തിൻ്റെ അതിപ്രസരവും അവിശ്വസ്തതയും ജനങ്ങളിലുടനീളം വ്യാപകമായ രീതിയിൽ പടർന്നു പന്തലിച്ചിരിക്കുന്നു. പാപത്തിൻ്റെ നീർച്ചുഴിയിൽ വട്ടം കറങ്ങുന്ന എൻ്റെ മക്കളെ കാണുമ്പോൾ ഹൃദയം വേദന കൊണ്ട് നിറയുന്നു. ഈ വേദനയിൽ നിങ്ങളും ഭാഗവാക്കുകളാകുക. ഓ സഭാസമൂഹമേ, നിന്റെ ക്രൂശിതനായ വരന് ഇന്നത്തെ പോലെ മുൻപൊരിക്കലും നീ സദൃശിയായിരുന്നില്ല. ഈ മണിക്കൂറുകൾ നിൻ്റേതും കൂടിയായ പീഡനത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും വേദനാനിർഭരമായ കുരിശുമരണത്തിൻ്റെയും മണിക്കൂറുകളാണ്. ഈ ദുഃഖവെള്ളിയാഴ്ചയിൽ വ്യാകുലയായ അമ്മ ആശ്വാസദായികയായി ഇതാ നിന്റെ പാർശ്വത്തിൽ നിൽക്കുന്നു. നിന്റെ മഹത്വപൂർണമായ ഉദ്ധാനത്തിലൂടെയുള്ള കെടാത്ത പ്രതീക്ഷയിൽ നിന്റെ സവിധേ ഇതാ ഞാൻ ഉത്കണ്ഠാകുലയായി നിൽക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന് കർത്താവ് നമ്മളെ കരം പിടിച്ച് നടത്തിയ ഈ ദിവസങ്ങൾ അവിടുത്തെ ഹൃദയത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. കർത്താവ് സഭ കടന്നു പോകുന്ന വേദനകളിൽ നമുക്ക് നിഷ്പക്ഷരായി മാറി നിൽക്കാതെ സഭയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നവരായി മാറാം. സഭയ്ക്ക് വേണ്ടി പ്രായശ്ചിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നവരായി മാറാം. പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യുന്ന ഒരു ജീവിതമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റാം. നമുക്കെങ്കിലും യോഹന്നാനെ പോലെ കർത്താവിൻ്റെ കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ വേദനയിൽ പങ്കുകാരാകാം. യേശുവിൻ്റെ നാമത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ നാമം മാത്രം മഹത്വീകരിക്കപ്പെടട്ടെ. യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. ത്രിത്വൈക ദൈവമേ ആരാധന, ത്രിത്വൈക ദൈവമേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹാലലുയ ഹാലലുയ ഹാലലുയ.